സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് CPI കടക്കുന്നു. സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച പ്രാഥമിക ചർച്ചകൾക്കായി നേതൃയോഗം ചേരുകയാണ്. വെള്ളിയാഴ്ച സംസ്ഥാന സെക്രട്ടേറിയറ്റും എക്സിക്യൂട്ടീവും ചേരുന്നുണ്ട്. ശ്രീജിത്ത് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെ വിശേഷങ്ങൾ CPI ആസ്ഥാനത്ത് നിന്ന്? SKN, ഗുഡ് മോർണിംഗ്. CPI ആസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സംഘടനാ ഒരുക്കങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. പ്രാഥമികമായിട്ടുള്ള സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി ഈ മാസം 20-ന് CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന എക്സിക്യൂട്ടീവും ചേരും. LDFന്റെ രാഷ്ട്രീയ പ്രചരണ ജാഥകൾ സമാപിക്കുന്നതോടെ ഇനി സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ചർച്ചകളും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്കും LDF കൂടി കടക്കുകയാണ്. കാരണം ഫെബ്രുവരി 26-ന് ശേഷം ഏത് നിമിഷവും തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം വരാം എന്ന് രാഷ്ട്രീയ പാർട്ടികൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റും എക്സിക്യൂട്ടീവും കടക്കും. 25 സീറ്റുകളാണ് 2021-ൽ CPI മത്സരിച്ചത്. അത്രയും തന്നെ സീറ്റുകൾ ഇത്തവണയും പാർട്ടിക്ക് ലഭിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട്. എന്നാൽ ചില സീറ്റുകൾ, ഉദാഹരണത്തിന് എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂർ പ്രതിപക്ഷ നേതാവ് പ്രതികരിക്കുന്ന മണ്ഡലമാണ്. അവിടെ CPI ആണ് VD സതീശന്റെ എതിരാളി. ആ സീറ്റിലടക്കം ചില മാറ്റങ്ങൾ, വെച്ചുമാറ്റം വേണമെന്നുള്ള ആവശ്യങ്ങളൊക്കെ മുന്നണി നേതൃത്വത്തിൽ നിന്നും വന്നിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളടക്കം ഉള്ള ചർച്ചകൾ നടക്കും. കൊല്ലം ജില്ലയിലെ ചില സീറ്റുകളുടെ കാര്യത്തിലും ചില മാറ്റങ്ങളെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ CPI നേതൃത്വം അതിനോട് അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല. എന്തായാലും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട നിർണായകമായ ചർച്ചകളും തീരുമാനങ്ങളും 20-ന് ചേർന്ന CPI സംസ്ഥാന സെക്രട്ടേറിയറ്റിലും എക്സിക്യൂട്ടീവിലും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.